യെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 140 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു സങ്കീർത്തനങ്ങൾ 79 മുതൽ 82 വരെ, 1 കൊരിന്ത്യർ 7-ാം അധ്യായം ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ശരി ഉത്തരങ്ങൾ റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്കും ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന അവസ്ഥയ്ക്കും ഒരക്ഷര വ്യത്യാസത്തിൽ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന 2 പദങ്ങൾ ഏവ എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം അജിതേന്ദ്രിയത്വം, ജിതേന്ദ്രിയത്വം. 1 കൊരിന്ത്യർ 7:5-9 വാക്യങ്ങളിലാണ് ഈ ഉത്തരവുള്ളത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീനാമവും ബൈബിളിലെ ഒരു വൃക്ഷത്തിന്റെ പേരും ചേർന്ന ഒറ്റപ്പദം. ഉത്തരം ദിവ്യദേവദാരു. സങ്കീർത്തനങ്ങൾ 80:10 ഈ ഉത്തരം നമുക്കുള്ളത് കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ബൈബിളിലെ ഒരു സ്ഥലപ്പേരുള്ള രാഗത്തിന്റെ പേര്. ഉത്തരം ഗദ്യരാഗം. സങ്കീർത്തനങ്ങൾ 81 തലക്കെട്ടിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ സ്ഥലം എന്നുള്ളത് ഗദ്യ, മല്ലനായ ഗോലിയാത്തിന്റെ സ്ഥലമാണ് കേട്ടോ. 1 ശമൂവേൽ 17:4 നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: എന്റെ പേരും എന്റെ സഹോദരപുത്രന്മാരുടെ പേരും പാഠഭാഗത്തുണ്ട്, ആരെല്ലാം? ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഉത്തരം ബെന്യാമീനും സഹോദരനായ യോസെഫിന്റെ പുത്രന്മാരായ എഫ്രൈമും മനശ്ശെയും. സങ്കീർത്തനങ്ങൾ 80:1-2 വാക്യങ്ങളിലാണ് നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 10 കൽപ്പനകളിൽ ഒരു കൽപ്പന പാഠഭാഗത്തുണ്ട്, ഏത് എന്നുള്ളതായിരുന്നു. ഉത്തരം അന്യദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത് എന്നുള്ളതാണ്. സങ്കീർത്തനങ്ങൾ 81:9 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. ശരി ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ബൈബിൾ പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 83 മുതൽ 86 വരെ, 1 കൊരിന്ത്യർ 8-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതാണ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെച്ചോളൂ. അടുത്ത എപ്പിസോഡിൽ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.